അങ്ങനെ ഒരു വർഷം കൂടി കടന്നുപോയി. ഇംഗ്ലീഷിൽ റോളർ കോസ്റ്റർ റൈഡ് എന്ന് പറയുന്ന പോലെയുള്ള ഒരു വർഷം. വലിയ അമ്യൂസ്മെന്റ് പാർക്കിലെ റോളർ കോസ്റ്ററിൽ കയറിയിരിക്കുമ്പോൾ അതിൻ്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ അപ്രതീക്ഷിതവും ചിലപ്പോൾ ഭയപ്പെടുത്തുന്നതും ചിലപ്പോൾ വളരെ ആശ്ചര്യകരവുമാണ്. കഴിഞ്ഞ വർഷം ഇതുപോലെയുള്ളൊരു റോളർ കോസ്റ്റർ റൈഡർ തന്നെയായിരുന്നു. സംഭവബഹുലമായ ഒരു വർഷം, നല്ലതും ചീത്തയുമായുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ഒരു വർഷമായാണ് 2020 കടന്നുപോയത്. എല്ലാ വർഷവും ആ വർഷത്തിനോട് യാത്ര പറഞ്ഞ് പുതിയ വർഷത്തെ വരവേൽക്കുന്നതിന് എല്ലാവരും അവരവരുടേതായ രീതിയിൽ ശ്രമിക്കാറുണ്ട്. പുതുവത്സര ആഘോഷങ്ങൾ ലോകത്തെല്ലായിടത്തും വളരെ മനോഹരമായ രീതിയിലാണ് ആഘോഷിക്കാറുള്ളത്. വലിയ പ്രതീക്ഷയോടെയാണല്ലോ പുതിയ വർഷത്തെ എല്ലാവരും വരവേൽക്കുന്നതും. ലോകത്തിന്റെ ഏറ്റവും പ്രശസ്തമായ നവവത്സര ആഘോഷങ്ങൾ നടക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് അമേരിക്കയിലാണ്. ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിലെ പുതുവത്സര ആഘോഷങ്ങൾ ഏറ്റവും വലുതും കൗതുകം നിറഞ്ഞതുമാണ്. കൃത്യം 12 മണിയാകുന്നതോടുകൂടി ടൈം സ്ക്വയറിൽ ഒത്തുകൂടുന്നവർ പരസ്പരം കെട്ടിപ്പുണർന്നും ആശംസകൾ അറിയിച്ചും നൃത്തം വെച്ചും ഉറക്ക ബഹളം വെച്ചുമൊക്കെ ആയിരക്കണക്കിന് വരുന്ന ആളുകൾ പുതിയ വർഷത്തെ വരവേൽക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് ക്രിസ്മസിനെ തുടർന്ന് അതിന് തൊട്ടുപുറകെ തന്നെ വരുന്നതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ വളരെ വർണ്ണാഭമാണ് പുതുവത്സര ആഘോഷങ്ങൾ. ലണ്ടനിൽ രാത്രിയിൽ മുഴുവൻ നീളുന്ന ആഘോഷങ്ങളാണുള്ളത്. തേംസ് നദിയുടെ തീരങ്ങളിൽ കൗണ്ട് ഡൗണിന് ശേഷമുള്ള ദൈർഘ്യമുള്ള ഫയർ വർക്സിന്റെ അകമ്പടിയോടുകൂടി ആളുകൾ നൃത്തവും പാട്ടുമൊക്കെയായാണ് പുതിയ വർഷത്തെ സ്വീകരിക്കുന്നത്. എല്ലാ രാജ്യങ്ങളിലും അവിടുത്തെ ഐക്കോണിക് എന്ന് പറയാവുന്ന കെട്ടിട സമുച്ചയങ്ങളിലോ പ്രതിമകളിലോ ഒക്കെ വളരെ വർണ്ണാഭമായി അലങ്കരിച്ച് പുതിയ വത്സരത്തെ വരവേൽക്കുന്നു. ഫ്രാൻസിൽ ഈഫൽ ടവർ, ദുബായിൽ ബുർജ് ഖലീഫ, മലേഷ്യയിൽ പെട്രോണാസ് ടവർ, ലണ്ടനിലെ ബിഗ് ബെൻ, ഓസ്ട്രേലിയയിലുള്ള സിഡ്നിയിലെ ഹാർബർ ബ്രിഡ്ജ്, ഇതൊക്കെ ആഘോഷങ്ങളുടെ കേന്ദ്രമാണ്. പുതിയ വർഷം പിറക്കുമ്പോൾ പള്ളികളിൽ നിന്ന് മണിയൊച്ചകൾ ഉയരുകയും കപ്പലുകളിൽ നിന്ന് തുടരെ സൈറനുകൾ മുഴക്കുകയും തെരുവുകളിൽ വാഹനങ്ങളുടെ ഹോൺ മുഴക്കുകയും ഒക്കെ ചെയ്താണ് ആളുകൾ പുതിയ വർഷത്തെ നന്നായി വരവേൽക്കുന്നത്. നമ്മൾ മലയാളികൾ പുതുവത്സരത്തെ ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് അധികം വർഷങ്ങളായിട്ടില്ല. പണ്ടൊക്കെ വീടുകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ചെറിയ ആഘോഷങ്ങൾ ഇപ്പോൾ ഹോട്ടലുകളിലേക്കും ക്ലബ്ബുകളിലേക്കുമൊക്കെ വളർന്ന് സാധാരണമായി തീർന്നു. 2000 ആണ്ടിലാണെന്ന് തോന്നുന്നു മലയാളി പുതിയ വർഷത്തെ ശ്രദ്ധിക്കുവാൻ തുടങ്ങിയിട്ട്. മില്ലീനിയം ന്യൂ ഇയർ. അതിനു മുൻപൊക്കെ വളരെ കുറച്ചു സ്ഥലങ്ങളിൽ മാത്രമേ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ചെറുപ്പക്കാരുടെ സംഘങ്ങൾ ക്ലബ്ബുകളുടെ പേരിലൊക്കെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. പള്ളികളിൽ എക്കാലത്തും പ്രത്യേക പ്രാർത്ഥന നടക്കാറുണ്ട്. വലിയ ഹോട്ടലുകളിൽ പ്രത്യേക ബാൻഡുകളുടെ പ്രകടനവും മറ്റു കലാപരിപാടികളും ഫയർ വർക്സും ഒക്കെ നടത്താറുണ്ട്. കേരളത്തിലാവട്ടെ ആഘോഷങ്ങളുടെ പേരിൽ അപ്രഖ്യാപിത മത്സരങ്ങളും നടക്കാറുണ്ട്. ചാലക്കുടിയാണോ അങ്കമാലിയാണോ ജയിക്കുന്നതെന്ന് നമ്മൾ പിന്നീട് പത്രത്തിലൊക്കെ നോക്കിയാണ് മനസ്സിലാക്കാറുള്ളത്. കൂടുതൽ മദ്യം ഉപയോഗിച്ച ബിവറേജസ് ഔട്ട്ലെറ്റുകളാണ് ഇതൊക്കെ. കോവിഡ് നിയന്ത്രണങ്ങൾ കൊണ്ട് തന്നെ ഈ വർഷം അത്ര വലുതായിരുന്നില്ല പലയിടത്തും ആഘോഷങ്ങൾ. ലോകത്തെല്ലായിടത്തും പുതുവത്സര ആഘോഷങ്ങൾക്ക് പഴയ രീതിയിലുള്ള അത്ര സ്വീകാര്യത ഉണ്ടായിരുന്നോ എന്നെനിക്ക് സംശയമുണ്ട്. എല്ലാ വർഷവും ആഘോഷിക്കുന്ന രീതിയിൽ ആവണ്ട എന്നതായിരുന്നു ഇപ്രാവശ്യത്തെ എൻ്റെ തീരുമാനം. സാധാരണ സുഹൃത്തുക്കളുടെ കൂടെയോ വീടുകളിൽ തന്നെയൊക്കെ ആയിരുന്നു പുതുവത്സരത്തെ വരവേറ്റിരുന്നത്. എല്ലാ വർഷം ഉണ്ടായിരുന്ന ഒരേ ഒരു നിർബന്ധം കുടുംബത്തിനോടൊപ്പം തന്നെ ആകണം പുതുവർഷമെന്നാണ്. ഈ വർഷം ജനുവരി 1-ാം തീയതി മൂന്നാറിലെ കൊളുക്കുമലയിലാണ് പുതിയ വർഷത്തെ വരവേറ്റത്. തലേ ദിവസം ഞങ്ങൾ കുടുംബത്തോടൊപ്പം ചിന്നക്കനാലിലെ ഒരു റിസോർട്ടിൽ താമസിച്ചു. രാവിലെ 4:30 മണിക്ക് ശേഷം ഒരു ജീപ്പിൽ സൂര്യനെല്ലി വഴി കൊളുക്കുമലയുടെ മുകളിലേക്ക് പോയി. ചന്ദ്രന്റെ വെളിച്ചത്തിൽ കൊളുക്കുമലയും താഴെയുള്ള താഴ്വാരവും സൂര്യനെല്ലി പട്ടണവും ഒക്കെ കാണാൻ വളരെ ഭംഗിയായിരുന്നു. 6:15 മേഘങ്ങൾക്കിടയിൽ നിന്ന് സൂര്യന്റെ ആദ്യ കിരണങ്ങൾ പുറത്തേക്ക് വന്നു. ഏകദേശം 7 മണി വരെ അവിടെ ചിലവഴിച്ചു. ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ സൂര്യോദയങ്ങളിലൊന്നായിരുന്നു ഇപ്രാവശ്യം ജനുവരി 1-ാം തീയതി ഞാനും എൻ്റെ കുടുംബവും കണ്ടത്. ഒരു പക്ഷേ കോവിഡ് എന്ന മഹാരോഗം ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു തീരുമാനം പോലും എടുക്കില്ലായിരുന്നു. എല്ലാ പ്രാവശ്യത്തെയും പോലെ വലിയ ആഘോഷങ്ങൾ, അത് വീട്ടിലാവട്ടെ സുഹൃത്തുക്കളുടെ കൂടെ ആവട്ടെ, അങ്ങനെയൊക്കെ ചെയ്തു പോകുമായിരുന്നു. പുതുതായി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു തീരുമാനം ഉണ്ടായത് തന്നെ 2020 എന്ന ഒരു വർഷത്തിൻ്റെ ചില പാഠങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടുള്ള
ഏറ്റവും മനോഹരമായ സൂര്യോദയമായി കൊളുക്കുമലയിലെ സൂര്യോദയം തോന്നിയത്. ന്യൂ ഇയർ ആഘോഷങ്ങൾ മാത്രമല്ല, ന്യൂ ഇയർ റെസൊല്യൂഷൻസും ലോകമാകെയുള്ള ജനത വളരെ ഗൗരവത്തോടെ കാണുന്ന ഒന്നാണ്. മോശം ശീലങ്ങൾ നിർത്തുക, ശരീരം നന്നായി നോക്കുക, കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുക, കുറച്ച് ആൽക്കഹോൾ കഴിക്കുക, അല്ലെങ്കിൽ മദ്യപാനം പൂർണ്ണമായി നിർത്തുക, പുകവലി നിർത്തുക, പതിവായി വെജിറ്റബിൾസ് കഴിക്കുക, ഇങ്ങനെയൊക്കെയാണ് ലോകമാകമാനമുള്ള ആൾക്കാർ ചെയ്യുന്നത്. അങ്ങനെ എന്തെല്ലാം റെസൊല്യൂഷൻസ് ആണ് നമ്മൾ പുതിയ വർഷം എടുക്കാറുള്ളത്. ജനുവരി 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ നീളുന്ന ചെറിയ ആയുസ്സുള്ള തീരുമാനങ്ങൾ മുതൽ ഒരു വർഷക്കാലം മുഴുവൻ ഉത്സാഹത്തോടെ കൊണ്ടു നടക്കുന്ന തീരുമാനങ്ങൾ വരെ നമ്മൾ എടുക്കാറുണ്ട്. നന്നായി മദ്യപിക്കുന്നവർ മദ്യപാനം നിർത്താൻ തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് പുതുവർഷം. അടുത്ത സുഹൃത്തുക്കൾ വിളിക്കുമ്പോൾ ആദ്യത്തെ ആഴ്ച അവരുടെ അടുത്തേക്ക് പോലും പോകില്ല. തന്നെ സ്വാധീനിക്കാൻ വരുന്ന സാത്താനൊക്കെ ആയാണ് അവരെ കാണുന്നത്. പക്ഷെ ശനിയാഴ്ച ആവുന്നതോടുകൂടി തന്നെ ന്യൂ ഇയർ റെസൊല്യൂഷൻ തകർന്നു പോകും. ജിമ്മുകളിൽ ആദ്യത്തെ ആഴ്ച വളരെ തിരക്കാണ്. മിക്കവാറും ജിമ്മുകളിലൊക്കെ തന്നെ ആദ്യ ദിവസം തന്നെ പണം അഡ്വാൻസായി വാങ്ങിക്കുന്നതുകൊണ്ട് ഒരുപാട് പേർക്ക് ആ പണം നഷ്ടപ്പെടുകയും ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെ പിന്നീടുള്ള തിരക്കുകൾക്കിടയിൽ പല തീരുമാനങ്ങളും നമ്മൾ തന്നെ മറന്നുപോകും. നന്നാകാൻ വേണ്ടിയും തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയും ഒരു പ്രത്യേക ദിവസമൊന്നും വേണ്ട എന്നത് നമ്മളുടെ ജീവിതാനുഭവങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഒരു പുതിയ വർഷം എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കണ്ടേ? അതുകൊണ്ട് ഞാനും ഒരു തീരുമാനമെടുത്തു. നിങ്ങളോടൊക്കെ പറയുന്നത് എൻ്റെ ആഗ്രഹത്തിന് അതൊരു വലിയ ഉറപ്പ് നൽകുമെന്നുള്ളത് കൊണ്ട് കൂടിയാണ്. 2022 ആകുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ആരോഗ്യം നന്നായി നോക്കും എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇല്ലെങ്കിൽ 2022 ജനുവരിയിലെ പോഡ്കാസ്റ്റിൽ ഞാൻ തന്നെ അത് തുറന്നു പറയാം. നടക്കണമെന്ന് വിചാരിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ലല്ലോ. ഈ വർഷം നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുകയും അസുഖങ്ങളൊന്നുമില്ലാത്ത ഒരു അടിപൊളി 2021 തീരുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ എവിടെയാണ് ഈ വർഷം ന്യൂ ഇയർ ആഘോഷിച്ചതെന്നും എന്തൊക്കെയാണ് നിങ്ങളുടെ ന്യൂ ഇയർ തീരുമാനങ്ങളെന്നും അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അതൊക്കെ എന്നെയും കൂടി അറിയിക്കുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ തീരുമാനങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വോയിസ് മെസ്സേജായോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയോ അറിയിക്കാം. ഒരിക്കൽ കൂടി ഒരു അടിപൊളി 2021 ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണുന്നവരെ നന്ദി.